സഹൃദയരെ, പുതിയൊരു ചെറുകഥയുമായി വീണ്ടും. കഥയുടെ പേര് ആറടി മണ്ണ്. കഥ തുടങ്ങട്ടെ. ഏട്ടന് പ്രത്യേകിച്ച് വിശേഷങ്ങൾ അറിയിക്കുവാനൊന്നുമില്ല. ഏട്ടൻ അറിയുവാൻ താല്പര്യവും കാണില്ല എന്നെനിക്കറിയാം. അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും വേവലതി ഉണ്ടോ ആവോ? സുഖമില്ല എന്നറിഞ്ഞിട്ടും ഒന്ന് വന്നെത്തി നോക്കുവാനും സമയമില്ലാത്ത ഒരു മകനുണ്ടെന്ന് അച്ഛന് ഇപ്പോൾ തോന്നുന്നുണ്ടാകും. ഏട്ടന് ഭാര്യയും കുട്ടിയുമായി സ്വന്തം സുഖം നോക്കിക്കഴിഞ്ഞാൽ മതിയല്ലോ. ഭാര്യ സമ്മതിക്കാഞ്ഞിട്ടാണോ വരാത്തത്? മനസ്സ് മുട്ടി രാജേഷ് കത്ത് വായന നിർത്തി. തല ആകെ പെരുക്കുന്നു. വല്ലപ്പോഴേ അനുജത്തി രാജിയുടെ കത്ത് വരികയുള്ളൂ. നാട്ടിൽ നിന്നും കത്തെഴുതുവാനുള്ള ഒരേ ഒരാളാണ്. പക്ഷേ അവരുടെ കത്ത് വന്നാൽ പേടിയാണ് പൊട്ടിച്ച് വായിക്കുവാൻ. മുഴുവൻ പരാതികളും പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളുമായിരിക്കും. അധികം വിദ്യാഭ്യാസമൊന്നുമില്ല അവൾക്ക്. എന്നാലും കത്തുകളിൽ നവരസങ്ങൾ നേളിക്കും. അയാൾ ജനാലയിലൂടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ചുറ്റും വിശാലമായ മുറ്റത്ത് കോലാഹലം മുഴക്കി കളിക്കുന്ന കുട്ടികളെ നോക്കി. തനിക്കൊരിക്കൽ കൂടി ഒരു കുട്ടിയായി മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അയാൾ വായന തുടർന്നു. അമ്മ മരിച്ച ശേഷം ഞാൻ തന്നെയല്ലേ അച്ഛനെ നോക്കുന്നത്. മാസാമാസം കുറേശ്ശെ പണം അച്ഛൻ്റെ ചിലവിലേക്ക് അയച്ചു തന്നാൽ ഏട്ടൻ്റെ ഉത്തരവാദിത്തം തീരുന്നുണ്ടോ? എൻ്റെ സ്ഥിതി അറിയാവുന്നതല്ലേ. ഈ ചെറിയ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടാൻ തന്നെ ആവില്ല. അപ്പോഴാ രാജേഷ് കത്ത് വായന നിർത്തി. അത് മേശവലിപ്പിലേക്കിട്ടു. മതിയായി. സ്ഥിരം പല്ലവി തന്നെ. ഇന്ന് അല്പം നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ്. മിക്കവാറും ട്രാഫിക്കിൽ കുടുങ്ങി വളരെ വൈകിയാണ് എത്താറുള്ളത്. പീനിയയിൽ ഒരു കമ്പനിയിലെ ഓഫീസ് സ്റ്റാഫാണ് ഭാര്യ മീര. അവളും മിക്കവാറും വൈകിയാണ് എത്താറ്. മകൻ ഹൃഷി താഴെ കളിക്കാൻ പോയിരിക്കുന്നു. ഒരു ചായ ഉണ്ടാക്കി കുടിക്കാം. രാജേഷ് അടുക്കളയിലെത്തി ചായ ഉണ്ടാക്കി ഒരു കപ്പിലേക്ക് പകർന്നു. ബാക്കിയുള്ളത് അടച്ചു വെച്ചു. മീര വന്നാൽ കുടിച്ചുകൊള്ളും. ഹാളിലെ സോഫയിൽ വന്നിരുന്ന അയാൾ ഓർത്തു. നാട്ടിലെ ചെറിയ LP സ്കൂളിലെ പ്യൂണായിരുന്നു അച്ഛൻ. ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവിച്ചു തളർന്ന ആൾ. ദാരിദ്ര്യം മാത്രം എന്നും നിറഞ്ഞു നിന്നിരുന്ന കുടുംബത്തിലെ മൂത്ത ആൺതരി. താനും രാജിയും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കിട്ടുന്ന ചെറിയ ശമ്പളത്തിൽ കുടുംബം പോറ്റുവാൻ പെടാപ്പാടുപെടുന്ന അച്ഛനമ്മമാരെ കണ്ടു വളർന്നവരാണ്. എന്നിട്ടെന്താ, പെൺകുട്ടി ഇളയവൾ എന്നീ പരിഗണനകൾ ഉള്ളതിനാൽ ആവണം അച്ഛനമ്മമാർ എന്നും അവൾക്ക് പ്രാമുഖ്യം നൽകി. കുഞ്ഞുനാളുകളിൽ ഉത്സവവേളകളിൽ കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നതിലായാലും ശരി, സ്കൂൾ ട്രിപ്പിന് പോകുവാൻ പണം നൽകുന്ന കാര്യമായാലും ശരി, എല്ലായിടത്തും അമിത പരിഗണനകളും ഇളവുകളും രാജിക്ക് സ്വന്തം. എല്ലാം സഹിക്കാം. അവളുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വഭാവം പലപ്പോഴും തനിക്ക് അരോചകമായി തോന്നിയിട്ടുണ്ട്. സ്വാർത്ഥതയും അത്യാഗ്രഹവും നാൾക്കുനാൾ അവളിൽ കൂടുതൽ ആഴത്തിൽ വേരുറപ്പിച്ചു വന്നു. അതിനുവേണ്ടി അച്ഛനും അമ്മമാരുമായും താനുമായും വേറെ ആരുമായും പോരടിക്കുവാനും അവൾ ഒരിക്കലും മടി കാണിച്ചില്ല. ഇന്നും ഓർക്കുന്നു താൻ കോളേജിൽ പഠിക്കുന്ന കാലം. അന്നവൾ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി. സ്കൂൾ ട്രിപ്പിൽ പോകണമെന്നവൾ ബഹളം വെച്ചു. അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ പൈസയുണ്ടായിരുന്നില്ല. ഉള്ള നോട്ടും ചില്ലറകളും എടുത്താണ് തൻ്റെ കോളേജിൽ പരീക്ഷാ ഫീസ് അടച്ചത്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഒരു വഴിയുമില്ലാതെ വിഷമിച്ചിരുന്ന ആ സമയത്ത് ട്രിപ്പിന് പണം ചെലവഴിക്കുവാൻ ഒരു നിവൃത്തിയുമില്ലായിരുന്നു. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും രാജി കരച്ചിലും ദേഷ്യപ്പെടലുമായി. കോളിംഗ് ബെൽ നാദം രാജേഷിനെ ചിന്തകളിൽ നിന്നും ഉണർത്തി. എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. മീരയാണ്. അകത്ത് പ്രവേശിച്ച ഉടനെ കയ്യിലെ ബാഗും ഹെൽമെറ്റും മേശപ്പുറത്ത് ഉപേക്ഷിച്ച് അവൾ സോഫയിലേക്ക് വീണു. എന്തൊരു ട്രാഫിക്ക്! ഹേ, കഷ്ടം തന്നെയാണ് കേട്ടോ. ജാലലി ക്രോസിലെ ആ ബ്ലോക്ക് ഉണ്ടല്ലോ, എന്നാ തീരുമാവോ? രാജേഷ് അടുക്കളയിലെത്തി ചായ ഒരു കപ്പിലേക്ക് പകർന്ന് ഭാര്യയ്ക്ക് നൽകി. എന്താ ഒരു മൂഡ് ഓഫ്? മീര ചോദിച്ചു. നാട്ടിൽ നിന്നും കത്ത് കിട്ടിക്കാണുമല്ലേ? രാജേഷ് ചിരിച്ചു. കത്ത് അവൾക്ക് നേരെ നീട്ടി. ഏയ്, രാജേഷ് തന്നെ വായിച്ചാൽ മതി. അതിലെന്താണ് ഉണ്ടാവുകയെന്ന് എനിക്ക് ഊഹിക്കാലോ. മീര ചായക്കപ്പുമായി അടുക്കളയിലേക്ക് നീങ്ങി. രാജേഷ് ബാൽക്കണിയിലേക്ക് വീണ്ടും എത്തി കസേരയിൽ ഇരുന്നു. വീണ്ടും ഓർമ്മകളിൽ മുഴുകി. PUC തോറ്റ്
രാജി പഠിത്തം നിർത്തി. സദാസമയവും വാരികകളും റേഡിയോ നാടകങ്ങളുമായി സമയം കളയുമായിരുന്ന അവളുടെ റിസൾട്ട് ഇതുതന്നെയാവും എന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഡിഗ്രി പൂർത്തിയാക്കി താൻ നാടുവിട്ടു ഈ നഗരത്തിലെത്തി. മിടുമിടുക്കന്മാരായ കുറേയേറെ പേർ ഡിഗ്രികൾ സമ്പാദിച്ച് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ നഗരത്തിലെ തൻ്റെ ഔദ്യോഗിക ജീവിതം ഒട്ടും സുഖമുള്ളതായിരുന്നില്ല. പല പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തും പടവെട്ടിയും എങ്ങനെയൊക്കെയോ ഇവിടെ വരെ എത്തി. ഇടയ്ക്കെപ്പോഴോ ഒരു നിയോഗം പോലെ മീരയുമായി വിവാഹം. കുറേ കാലത്തെ വിവിധ വാടക വീടുകളിലെ താമസത്തിനു ശേഷം ഈ ചെറിയ ഫ്ലാറ്റ് വാങ്ങിച്ചു. ഋഷിയും ജനിച്ചു. ഇതൊക്കെ ആർക്കറിയണം? ഓരോ ദിവസവും ഒരുപാട് കഷ്ടപ്പാടുകൾ തരണം ചെയ്താണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മീരയുടെ കൂടെ വരുമാനമുള്ളതുകൊണ്ട് അല്ലലില്ലാതെ കഴിഞ്ഞുകൂടുന്നു എന്ന് മാത്രം. ഇതൊക്കെ ആയാലും ഇന്ന് വരെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലം വരെയും ഇന്ന് അച്ഛനും രാജിക്കുമായാലും മാസം തോറും പണം അയക്കാതിരുന്നിട്ടില്ല. എന്നിട്ടും പരാതികൾ മാത്രം. അകത്ത് ഹാളിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ബഹളം. ഋഷി കളി കഴിഞ്ഞ് എത്തിക്കാണും. പിന്നെ അവൻ നേരെ ടി വിക്ക് മുന്നിലിരിക്കുകയാണ് പതിവ്. ഇനി പഠിക്കാനിരിക്കണമെങ്കിൽ മീര ബഹളം വയ്ക്കണം. ഒരിക്കൽ നാട്ടിൽ പോയപ്പോൾ പ്രായപൂർത്തിയായി പഠിക്കാനോ ജോലിക്കോ പോകാതെ ഇരിക്കുന്ന രാജിയെക്കുറിച്ച് അച്ഛനും അമ്മയും സങ്കടം പറഞ്ഞു. ഏത് നേരവും പുസ്തകം വായനയും റേഡിയോ കേൾക്കലും, ഒരു പണിയും ചെയ്യില്ല. ഒന്നും വിട്ട് പറഞ്ഞാലും അനുസരിക്കില്ല. അച്ഛനുണ്ടോ അമ്മയ്ക്കുണ്ടോ എന്നൊന്നും അവൾക്കറിയണ്ട. സ്വന്തം വയറ് നിറയ്ക്കണം, കാര്യം നടക്കണം. ഇത്രയ്ക്കൊക്കെ ഒരു സ്വാർത്ഥത പാടുമോ? അവളെ വിളിച്ച് വല്ല തയ്യലോ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡോ പഠിക്കുവാൻ ഉപദേശിച്ചു. ഏട്ടൻ ബാംഗ്ലൂരിൽ രാജകീയമായിട്ട് കഴിയുകയാണല്ലോ, ഞാനിവിടെ കഷ്ടപ്പെടുക അല്ലേ? അവൾ കയർത്തു. എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. തനിക്ക് എഴുതി വച്ചിരുന്ന പല കത്തുകളിലും അച്ഛൻ രാജിയുടെ ഈ പ്രാകൃതം സൂചിപ്പിച്ചു. ഒരിക്കൽ മീരയോട് ചോദിച്ചു, നമുക്ക് രാജി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലോ? വല്ല ചെറിയ കോഴ്സുകളും ചെയ്യിപ്പിച്ച് ജോലിക്ക് കയറ്റിയാൽ കുറച്ച് മര്യാദക്കാരി ആയിക്കൂടുന്നുണ്ടോ? പക്ഷേ മീര ഒട്ടും താല്പര്യം പ്രകടിപ്പിച്ചില്ല. അവൾക്കറിയാം രാജി തങ്ങളുടെ കൂടെ ഒത്തുപോകില്ല എന്ന്. എന്നാൽ പിന്നെ അവളെ കെട്ടിച്ചയക്കുവാനായി പ്ലാൻ. അതും അവൾ എതിർത്തു. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നവൾ മുഖത്തടിച്ച പോലെ പറഞ്ഞു. മൂത്ത മകനും ഏക ആൺതരിയുമായ തൻ്റെ കർത്തവ്യം മാസം മാസം അവൾക്കും അച്ഛനും പണം അയച്ചു കൊടുക്കുക എന്നത് മാത്രമായി. നഗരത്തിലെ തിക്കും തിരക്കും ജോലിയിലെ ഭീഷണികളും കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴെല്ലാം നാട്ടിൽ പോകാനും വീട്ടിലും പുറത്തും സ്വന്തക്കാരുടെയും പരിചയക്കാരുടെയും സുഹൃത്തുക്കളുടെയും ഒപ്പം സമയം ചെലവഴിക്കുവാനും മോഹമുണ്ടായപ്പോഴെല്ലാം പോകാതെ കഴിച്ചുകൂട്ടുവാൻ നിർബന്ധിതനായി. ചെന്നു കയറിയാൽ തുടങ്ങും അച്ഛനമ്മമാരുടെ ദുഃഖകഥകളും രാജിയെക്കുറിച്ചുള്ള ആവലാതികളും. പിന്നീട് ഒരു വിവരം അറിഞ്ഞു അച്ഛൻ്റെ കത്തിലൂടെ. രാജിക്ക് നാട്ടിലെ ഒരു ചെറുപ്പക്കാരനുമായി പ്രേമം. പേരുകേട്ട അബ്കാരി കോൺട്രാക്ടർ ഫിലിപ്പോസിൻ്റെ മുടിയനായ പുത്രൻ അലക്സുമായി. ശരിക്കും ഞെട്ടിപ്പോയി. അന്യമതസ്ഥൻ എന്ന് മാത്രമല്ല, പൂത്ത കാശുകാരൻ്റെ പുത്രന് അത്യാവശ്യം എല്ലാ ചീത്തപ്പേരുകളും വിശേഷണങ്ങളായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പൻ്റെ പണക്കൊഴുപ്പിൽ ആമോദിച്ച് നടക്കുന്ന മകൻ. അച്ഛനും അമ്മയും താനും എതിർത്തു. അവളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. എല്ലാം വിഫലമായി. തനിക്ക് ആ ചെറുക്കനെ തന്നെ മതി എന്ന ഉറച്ച നിലപാടിലായിരുന്നു അവൾ. ഈ വിഷയത്തിൽ അവൾ പലപ്പോഴും ബഹളം വെച്ചു. അവൾ അന്നുയർത്തിയ കാഹളങ്ങൾ അയൽപ്പക്കത്തെ വീടുകളിലും മുഴങ്ങിയിട്ടുണ്ടാവും പലപ്പോഴും. ഏട്ടന് ഇത് കേട്ടിട്ട് സഹിക്കുന്നില്ല അല്ലേ? അവളെ ഉപദേശിക്കുവാൻ ചെന്ന തന്നോട് അവൾ ആക്രോശിച്ചു. ബാംഗ്ലൂരിൽ നല്ല ജോലി, ശമ്പളം, ഫ്ലാറ്റ്, കാറ്, ജോലിക്കാരി, ഭാര്യ, കുട്ടി. എനിക്ക് നല്ലൊരു സമയം വരുന്നത് മാത്രം പിടിക്കുന്നില്ല. ഞാനിവിടെ ഈ പഴയ വീട്ടിൽ ഇവരെയൊക്കെ നോക്കി സംരക്ഷിച്ച് വട്ടം ചുറ്റി കഴിഞ്ഞു പോയിക്കോട്ടെ അല്ലേ, ഒരു വേലക്കാരിയുടെ പോലെ. നീ എന്തൊക്കെയാണ് രാജി ഈ പറയണത്? പിന്നല്ലാതെ എനിക്കൊരു നല്ല ജീവിതം കിട്ടിക്കോട്ടെ ഇനിയെങ്കിലും എന്നല്ലേ കരുതേണ്ടത്? അവൾ മൂക്കു പിഴിഞ്ഞ് കരഞ്ഞു. നീ എന്താ പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? അമ്മ ഇടപെട്ടു. നീ പഠിക്കാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നത് നിൻ്റെ പിടിപ്പുകേട് കൊണ്ടല്ലേ? കാശിന് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ ഇല്ലേ? മതി അമ്മേ, പഠിപ്പിച്ചതിൻ്റെ എച്ചിൽ കണക്ക് പറഞ്ഞത്. ചീറിക്കൊണ്ടവൾ എഴുന്നേറ്റ് അകത്തേക്ക് തുള്ളിപ്പോയി. വിഷമിച്ച് നിൽക്കുന്ന അമ്മയോട് ഞാൻ ഒന്നുകൂടി സംസാരിച്ച് നോക്കട്ടെ അമ്മേ എന്ന് പറഞ്ഞ് രാജിയുടെ അടുത്തേക്ക് വീണ്ടും ചെന്നു. രാജി, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്.
മതം വേറെയാണ്, അത് പോട്ടേന്ന് വയ്ക്കാം. പക്ഷേ അലക്സിൻ്റെ കുടുംബം വലിയ പൈസക്കാരാണ്. നിനക്കവിടെ ഒരു വിലയും കിട്ടില്ല. ഏട്ടാ, അതിനൊരു വഴി അലക്സ് പറഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സ്ത്രീധനം വാങ്ങി വേറെ പണക്കാരി പെണ്ണിനെ കിട്ടാഞ്ഞിട്ടല്ലല്ലോ. നമ്മളോട് ആകെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരൊറ്റ കാര്യമാണ്. അതിന് തയ്യാറായാൽ മതി നിങ്ങൾ. എന്താ കാര്യം? ഈ വീടും തൊടിയും ഉൾപ്പെടെയുള്ള ഈ 15 സെൻറ്റ് എൻ്റെ പേരിൽ നിന്ന് എഴുതി തന്നാൽ മതി. പിന്നെ അലക്സ് വീട്ടുകാരെ ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയുന്നു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചിരുന്നു പോയി. ഒന്നും തിരിച്ചുരിയാടാതെ പുറത്തു വന്ന താൻ കണ്ടത് ഉമ്മറപ്പടിയിൽ തൂണും ചാരി വിഷണനായിരിക്കുന്ന അച്ഛനെയും അങ്കലാപ്പിലായ അമ്മയെയുമായിരുന്നു. മകൾ ഇത്രയ്ക്ക് പ്രാപ്തിക്കാരിയും സ്വാർത്ഥ മനോഭാവമുള്ളവളുമായി എന്ന് അംഗീകരിക്കാനാവാതെ പാവങ്ങൾ. പക്ഷേ രാജിക്ക് പ്രത്യേകിച്ച് കൂസലൊന്നും ഉണ്ടായില്ല. തൻ്റെ പിടിവാശിയിൽ ഉറച്ചു നിന്നു. പിറ്റേന്ന് പ്രാതലിന് ശേഷം ഒത്തുകൂടിയ വേളയിൽ അമ്മ പറഞ്ഞു നിശ്ചയദാർഢ്യത്തോടെ, രാജിയെ, വീട് തൊടി വന്ന് എഴുതി തന്നിട്ടുള്ള പരിപാടി ഇല്ല കേട്ടോ, അത് നടക്കില്ല. എന്നിട്ട് ഞാനും അച്ഛൻ എന്തു ചെയ്യും? ഞങ്ങളുടെ കാലശേഷം ഉള്ളത് നിങ്ങൾ രണ്ടുപേരും വിധിച്ചെടുക്കുക, അത്ര തന്നെ. ഓ, അപ്പോൾ അത് ശരി. രാജു ഒച്ച വെച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾക്ക് ഏട്ടൻ്റെ കൂടെ ബാംഗ്ലൂർ പോയിക്കൂടെ? അല്ലെങ്കിൽ തന്നെ നിങ്ങളിരുവരും ഒറ്റയ്ക്ക് ഇവിടെ കഴിയുമോ? ഇനി എന്തു പറയണമെന്നറിയാതെ താൻ കുഴങ്ങി. അച്ഛനമ്മമാരുടെ ദയനീയമുഖങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതിരുന്ന രാജിയെ കുടുംബത്തിലെ തലമൂത്ത കാരണവന്മാരെ കൊണ്ട് മനസ്സിലാക്കിക്കുവാനും ശ്രമിച്ചു. വിജയം കണ്ടില്ല. അധികം വൈകിക്കാതെ തന്നെ വീടും പുരയിടവും അവളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൊടുത്തു. അലക്സുമായി വിവാഹം നടത്തി. ആഭരണങ്ങൾ വാങ്ങുവാനും മറ്റ് കല്യാണ ചിലവുകൾക്കും താൻ ലോൺ എടുത്തു, മീരയുടെ പൂർണ്ണ പിന്തുണയോടെ. വിവാഹം കഴിഞ്ഞ് അധികനാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അച്ഛനമ്മമാരെ കൂട്ടി ബാംഗ്ലൂർക്ക് തിരിക്കുകയും ചെയ്തു. രാജി പിന്നീട് കുറേ കാലം തങ്ങളുമായി ഒരു ബന്ധവും പുലർത്തിയില്ല. അച്ഛനമ്മമാർക്ക് ഒരു കത്തുപോലും അയച്ചില്ല. അവളുടെ ഇഷ്ടത്തിന് നിന്നു. എന്നിട്ട് വല്ല സ്നേഹവുമുണ്ടോ? അമ്മ ഇടയ്ക്കിടെ സങ്കടം പറഞ്ഞു. നമ്മളെ ഗൗനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവൾ അവൻ്റെ കൂട്ടരായിട്ട് ഒത്തുപോയാൽ മതി. അച്ഛൻ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് ശേഷം രാജിയുടെ ഒരു കത്ത് വന്നു. കണ്ണീരുപ്പിൽ കുതിർന്ന അക്ഷരങ്ങൾ. അലക്സിന് ബിസിനസ്സിലിറക്കുവാൻ പണം കണ്ടെത്തണം. വീട് വിൽക്കാമെന്നാണ് പറയുന്നത്. എൻ്റെ എതിർപ്പ് ഒന്നും വിലപ്പോവില്ല. ഈ വീട് പോയാൽ അലക്സിൻ്റെ വീട്ടിൽ സെറ്റിലാവാം എന്നൊക്കെയാണ് പറയണത്. എനിക്ക് അവിടെ താമസിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഏട്ടൻ കുറച്ച് പണം സംഘടിപ്പിച്ച് അയച്ചു തരണം. അത്രയ്ക്ക് ഗംഭീര സ്ത്രീധനമൊന്നും തന്നിട്ടുമില്ലല്ലോ. ഈ പഴയ വീടും ചെറിയ വളപ്പുമല്ലാതെ ഏട്ടന് സ്വർണവും മറ്റും ധാരാളം കിട്ടിയിട്ടുമുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് തിരിമറി ചെയ്തെങ്കിലും പണം തരണം. ഇത്തവണ ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് തന്നെ അറിയിച്ചു. അതോടെ അവളുടെ ഭാവം മാറി. അലക്സ് തന്നെ ആ വീട്ടിൽ ഉപേക്ഷിച്ച് സ്വന്തം കുടുംബത്തിലേക്ക് പോയി എന്നും താൻ ആത്മഹത്യ ചെയ്യുമെന്നുമുള്ള ഭീഷണി മുഴക്കിയുള്ള കത്ത് കിട്ടി. അതോടെ ധർമ്മസങ്കടത്തിലായ അച്ഛനും അമ്മയും നാട്ടിലേക്ക് തിരിച്ചു. മാസം താൻ അയച്ചു കൊടുക്കുന്ന പണത്തിൽ അവിടെ 3 ജീവിതങ്ങൾ. പിന്നീട് ഒരിക്കലും അവർ തിരിച്ച് ഈ നഗരത്തിൽ വന്നിട്ടുമില്ല. ഇടയ്ക്ക് ഏതാനും തവണ താൻ അവരെ പോയി കണ്ടു. രാജിക്ക് തൻ്റെ പണം മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. മീരയെക്കുറിച്ചോ മോനെക്കുറിച്ചോ ഒരിക്കൽ പോലും അവൾ അന്വേഷിച്ചതായി ഓർമ്മയില്ല. ഏതാണ്ട് 7 മാസങ്ങൾ മുമ്പ് അമ്മ മരിച്ചു, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഉച്ചനേരത്ത്. പിന്നീട് മറ്റൊരു സംഭവമുണ്ടായി. അലക്സ് വീണ്ടും വീട്ടിൽ വന്നുകൂടി. പറ്റുന്നിടത്തോളം രാജിയോട് പറഞ്ഞു നോക്കി. വേണ്ട നിനക്കവനെ, അവൻ ഇനിയും ബുദ്ധിമുട്ടിക്കും, ചതിക്കാനും മടിക്കില്ല. പക്ഷേ അവൾ ചെവി കൊണ്ടില്ല. പിന്നീടറിഞ്ഞു അവൾ വസ്തു വിറ്റു അലക്സിനു വേണ്ടി. അച്ഛൻ സങ്കടങ്ങൾ എണ്ണി പറഞ്ഞ് കത്തുകൾ എഴുതി. ബാംഗ്ലൂർക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോഴൊക്കെ ഇനി എങ്ങോട്ടുമില്ല എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി. വീട് വിറ്റ് പണം കിട്ടിയതോടെ അലക്സ് വീണ്ടും മുങ്ങി. അച്ഛനും രാജിയും വീട്ടിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. അടുത്തു തന്നെയുള്ള ഒരു കൊച്ചു വീട്ടിൽ വാടകയ്ക്ക് താമസം തുടങ്ങി. ഈ സംഭവവികാസങ്ങൾ അച്ഛനെ രോഗിയാക്കി. വാടക കൊടുക്കുവാനും അച്ഛൻ്റെ ചികിത്സകൾക്കും വീട്ടു ചെലവുകൾക്കും എല്ലാ മാസവും പണം അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് താനിപ്പോൾ. അതിനൊക്കെ പുറമെയാണ് രാജിയുടെ കത്ത്. രാജേഷ്, കഴിക്കാൻ വരൂ. മീര അത്താഴത്തിന് വിളിച്ചപ്പോൾ അയാൾ എഴുന്നേറ്റു ഡൈനിങ് ഹാളിലേക്ക് നടന്നു. രാത്രി അയാൾക്ക് ഉറക്കം വരുവാൻ ഒരുപാട് വൈകി. പല ചിന്തകളാൽ മനസ്സ് വ്യാകുലപ്പെടുന്നതിൻ്റെ കാരണം. രാജേഷ്, ഗുഡ് മോർണിംഗ്. ദർ ഇസ് എ കോൾ ഫോർ യു. അയാൾ എഴുന്നേറ്റിരുന്നു, കോട്ടോയിട്ടു
മീര നീട്ടിയ മൊബൈൽ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു. ഹലോ. ഹലോ രാജേഷേ, ഇത് മംഗലത്തെ രവിയാടാ. രവി നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്തേ രാവിലെ തന്നെ? രാജേഷേ, നീ ഉടൻ നാട്ടിലെത്തണം കേട്ടോ. എന്താ കാര്യം? അയാൾ പരിഭ്രാന്തനായി. നീ വേഗം പുറപ്പെട്. രവി കോൾ കട്ട് ചെയ്തു. രാജേഷ് ഉടൻ ചാടി എഴുന്നേറ്റു. മീരയോടും ഋഷിയോടും യാത്ര പറഞ്ഞ് പുറപ്പെട്ടു സ്വന്തം കാറിൽ. യാത്രയിലുടനീളം അയാൾ അസ്വസ്ഥനായിരുന്നു. എന്താണോ കാര്യം? അച്ഛന് വല്ലതും സംഭവിച്ചു കാണുമോ? 3:30 അയാൾ അവരുടെ വാടക വീടിൻ്റെ ഗേറ്റിലെത്തി. വീടിന് പുറത്തും അകത്തും ഏതാനും ആളുകൾ. വല്ലാത്ത വികാര തള്ളിച്ചയിൽ കാറിൽ നിന്നിറങ്ങാതെ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെയിരുന്നു. അച്ഛനും പോയോ എന്നയാൾ ഭയന്നു. ആരോ കാറിനടുത്തേക്ക് വരുന്നുണ്ട്. രവിയാണ്. ഇറങ്ങ്. രവി ഡോർ തുറന്നു. അവനോടൊപ്പം മുറ്റത്ത് ചിതറിക്കിടക്കുന്ന ഉണക്ക ഇലകളിലൂടെ വീടിനടുത്തേക്ക് നടന്നു. കോലായിലിരിക്കുന്ന ആളെ കണ്ട് അയാൾ ഒന്ന് ഞെട്ടി. അച്ഛൻ. അയാളെ കണ്ടതും ആ വൃദ്ധൻ തേങ്ങിക്കരഞ്ഞു. മോനെ, നമ്മുടെ രാജി. അച്ഛനെ ഒരു നിമിഷം നോക്കി നിന്ന് അകത്തേക്ക് കയറി ഒന്നേ നോക്കിയുള്ളൂ. വെള്ള പുതച്ച് രാജി. തലക്കൽ നിലവിളക്ക്. ചെറിയ റൂമിൽ ചന്ദനത്തിരിയുടെ പുകയും ഗന്ധവും. വല്ലാത്തൊരു ശ്വാസം മുട്ടൽ പോലെ വേച്ച് രാജേഷ് പുറത്തെ പടിയിൽ വന്നിരുന്നു. സ്വന്തം സുഖവും ജീവിതവും മാത്രം നോക്കി ജീവിച്ച അനിയത്തി അവസാനം ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു. പൊതു ശ്മശാനത്തിൽ 6 അടി മണ്ണിൽ അവളെ വൈകിട്ടോടെ അടക്കി. രാത്രി തന്നെ അച്ഛനെയും കൂട്ടി യാത്ര പുറപ്പെട്ടു തിരിച്ച് ബാംഗ്ലൂർക്ക്. ഇനി തനിക്ക് നാട്ടിൽ ആരുമില്ല, ഒന്നുമില്ല. അമ്മയും അനിയത്തിയും പോയി. വളർന്നു വലുതായി വീടും കളിച്ചു നടന്ന തൊടിയും പോയി. അനിയത്തിയുടെ ഈ വിധി ദൈവം തീരുമാനിച്ചതാണോ? അല്ല, രാജി സ്വയം തിരഞ്ഞെടുത്തതാണ്. ഇപ്പോൾ അവൾ സ്വന്തമാക്കിയ 6 അടി മണ്ണ് അവൾക്ക് സ്വന്തം. ആരോടും ദേഷ്യവും വൈരാഗ്യവുമില്ലാതെ അവൾ അവിടെ കഴിയട്ടെ. അയാൾ കാറിൻ്റെ വേഗത കൂട്ടി. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.